ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 22, 23 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായി ടാലന്റ് അക്കാദമിയുടെ റെക്കോർഡർ കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ലഭ്യമാവുന്നത്. അതിലൂടെ തന്നെ ടോപ്പിക് വൈസ് എക്സാമും മോക്ക് ടെസ്റ്റും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ഇതിലൂടെ ലഭ്യമാവുന്നതാണ്. 200-ലധികം വരുന്ന സ്റ്റഡി നോട്ടുകളും ഇതിൻ്റെ ഒപ്പം ലഭ്യമാവുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 749 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യൂ. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മാർച്ച് 22-ന്റെ പ്രത്യേകത എന്തെന്നാണ്. മാർച്ച് 22 ലോക ജലദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എന്താണ് ലോക ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്നാണ് മാർച്ച് 22 അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ PSC പഠിക്കുമ്പോൾ തൊട്ട് പഠിക്കുന്നതാണ്. എന്നാലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. കാരണം മാർച്ച് 21, 22, 23 ദിവസങ്ങളിലൊക്കെ എന്താണ് ഓരോരോ പ്രത്യേകത ഉണ്ട്. അപ്പോൾ മാർച്ച് 22-ന്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചു വെക്കുക. ലോക ജലദിനമാണ്. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. ഇനി 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാട്ടർ ആൻഡ് ജെൻഡർ. എന്താണ് വാട്ടർ ആൻഡ് ജെൻഡർ എന്നുള്ളതാണ് 2026 ഈ ഒരു ദിനത്തിന്റെ പ്രമേയം. അതായത് 2026 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? വാട്ടർ ആൻഡ് ജെൻഡർ എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മാർച്ച് 22 എല്ലാ വർഷവും നമ്മൾ എന്താണ് ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് മാർച്ച് 23-ന്റെ പ്രത്യേകതയാണ്. മാർച്ച് 23 എന്താണ്? ലോക കാലാവസ്ഥാ ദിനമാണ്. എന്താണ് ലോക കാലാവസ്ഥാ ദിനമായിട്ടാണ് നമ്മൾ എന്താണ് എല്ലാ വർഷവും എന്താണ് മാർച്ച് 23 ആചരിക്കുന്നത്. ഇനി 2026 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കാം. ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിംഗ് ടുമാറോ. എന്താണ് ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിംഗ് ടുമാറോ എന്നുള്ളതാണ് എന്താണ് 2026 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമായിട്ട് വരുന്നത്. അപ്പോൾ 2 ദിനങ്ങളുടെ പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ മാർച്ച് 22 എന്താണ് നമ്മൾ ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 23 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം ഓർത്തു വെക്കുക. ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്ടിംഗ് ടുമാറോ എന്നുള്ളതാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026 മാർച്ചിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരെന്നാണ്. എന്താണ് ചൈനയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡർ ആയിട്ട് 2026 മാർച്ചിൽ നിയമിതനായത് ആരെന്നാണ് നമ്മൾ നോക്കുന്നത്. വിക്രം കെ ദൊരൈസ്വാമിയാണ്. ആരാണ്? വിക്രം കെ ദൊരൈസ്വാമിയാണെന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്, നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. ആരാണ്? വിക്രം കെ ദൊരൈസ്വാമി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹം 2026 മാർച്ചിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് നിയമിതനായിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹം UK ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. നിലവിൽ അദ്ദേഹം എന്താണ് UK-യുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ആണ്. ഇനി അപ്പോൾ അദ്ദേഹം എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായി ഉടൻ തന്നെ ചുമതല ഏൽക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ചൈനയിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം എന്താണ് നിയമിതനായിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു പുരസ്കാരമാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരം നൽകുന്നത് കഥകളി മേഖല അല്ലെങ്കിൽ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഈ ഒരു പുരസ്കാരം ആരാണ് നൽകുന്നതെന്ന് ഓർത്ത് വെക്കുക. മാങ്ങോട്. എന്താണ് മാങ്ങോട് രംഗശ്രീ കഥകളി ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ്. എന്താണ് മാങ്ങോട് രംഗശ്രീ കഥകളി ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ്. പ്രഥമ കഥകളി പുരസ്കാരങ്ങളാണ്. അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് ഈ ഒരു കഥകളി പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുന്ന ആദ്യത്തെ ഭാഗമാണ് ഈ വർഷം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ പ്രഥമ കഥകളി പുരസ്കാരമാണ് ഈ ഒരു ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പ്രഥമ കഥകളി പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് കേശഭാരം പുരസ്കാരമാണ്. അപ്പോൾ ഈ ഒരു കഥകളി പുരസ്കാരങ്ങളിലെ ആദ്യത്തെ പുരസ്കാരം എന്താണ്? കേശഭാരം പുരസ്കാരമാണ്. ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? കലാമണ്ഡലം ഗോപിയാണ്. ആരാണ്? കലാമണ്ഡലം ഗോപിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ഇനി ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം നൽകുന്നത് ആരുടെ സ്മരണാർത്ഥമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അണിയറ കലാകാരൻ എന്താണ് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. എന്താണ് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ. അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം നൽകുന്ന ഒരു പുരസ്കാരമാണ് എന്താണ് കേശഭാരം പുരസ്കാരം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് എന്താണ്? കഥകളി ആചാര്യനായിട്ടുള്ള കലാമണ്ഡലം ഗോപിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ഈ അടുത്ത് നമ്മൾ നോക്കുന്ന കാറ്റഗറി ഇതാണ്, അണിയലം കഥകളി പുരസ്കാരം. എന്താണ് അണിയലം കഥകളി പുരസ്കാരം? അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ചമ്മന്നൂർ ചന്ദ്രൻ കുട്ടിത്തരകനാണ്. ആരാണ്? ചമ്മന്നൂർ ചന്ദ്രൻ കുട്ടിത്തരകനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. അപ്പോൾ എന്താണ് അണിയലം കഥകളി പുരസ്കാരമാണ്. ആർക്കാണ് ലഭിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ചമ്മന്നൂർ
ചന്ദ്രൻകുട്ടി തരകനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അണിയറ കലാകാരനാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആരാണ്? ചമ്മന്നൂർ ചന്ദ്രൻകുട്ടി തരകൻ. അദ്ദേഹം എന്താണ്? അണിയറ കലാകാരനാണ്. ഇനി ആരുടെ സ്മരണാർത്ഥമാണ് അണിയലം കഥകളി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്? അണിയറ കലാകാരനായിട്ടുള്ള ഊരൻ ചൊക്കത്ത് രാമതരകന്റെയാണ്. എന്താണ്? ഊരൻ, ഓർത്തു വെക്കുക. ഊരൻ ചൊക്കത്ത് രാമതരകനോടുള്ള സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അണിയറ കലാകാരനായിട്ടുള്ള ചമ്മന്നൂർ ചന്ദ്രൻകുട്ടി തരകനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി ഇതാണ്, നാദലയം. എന്താണ്? നാദലയം കഥകളി പുരസ്കാരമാണ്. ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് സദനം വാസുദേവനാണ്. ആരാണ്? സദനം വാസുദേവനാണ്. ഓർത്തു വെക്കുക, സദനം വാസുദേവനാണെന്നാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. അപ്പോൾ നാദലയം കഥകളി പുരസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നാദലയം കഥകളി പുരസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓർത്തു വെക്കുക, സദനം വാസുദേവൻ അദ്ദേഹം എന്താണ്? ഒരു ചെണ്ടവാദ്യക്കാരനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ആരുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ചെണ്ടവാദന കുലഗുരു കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം എന്താണ്? നാദലയം കഥകളി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന ആരാണ്? സദനം വാസുദേവനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്? മാങ്ങോട് രംഗശ്രീ കഥകളി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പ്രഥമ കഥകളി പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ പോയിന്റുകളും നല്ലതുപോലെ ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 മാർച്ചിൽ UK ഓണററി നൈറ്റ്ഹുഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ആരെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, N ചന്ദ്രശേഖരനാണ്. ആരാണ്? N ചന്ദ്രശേഖരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്? UKയുടെ ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുകയാണ്. ഏത് രാജ്യത്തിനാണെന്ന് ഓർത്തു വെക്കുക, UKയുടെ ആണ്. അപ്പോൾ ഓണററി നൈറ്റ്ഹുഡ് എന്ന പുരസ്കാരം അല്ലെങ്കിൽ ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആദരിക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണെന്നാണ് നമ്മൾ നോക്കിയത്? N ചന്ദ്രശേഖരനാണ്. അദ്ദേഹം എന്താണ്? ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇന്ത്യയും UK തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നൽകിയതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് N ചന്ദ്രശേഖരന് ഈ ഒരു പുരസ്കാരം നൽകിയിട്ടുള്ളത്. എന്താണ്? ഇന്ത്യയും UK തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സമഗ്രമായിട്ടുള്ള സംഭാവനകളെ ആക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം 2026 ലഭിച്ചത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. N ചന്ദ്രശേഖരനാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അതേപോലെ തന്നെ പ്രതിരോധ സിവിലിയൻ മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ആവിഷ്കരിച്ച പദ്ധതി ഏതെന്നാണ്? ഓർത്തു വെക്കുക, മിഷൻ ഡ്രോൺ ശക്തിയാണ്. എന്താണ്? മിഷൻ ഡ്രോൺ ശക്തിയാണ്. അപ്പോൾ എന്താണ്? കൂടുതൽ ഡ്രോൺ മേഖലയിൽ കൂടുതൽ സംഭാവനകളെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ തന്നെ എന്താണ് ഇത് നിർമ്മിക്കുന്നതിനും അതേപോലെ തന്നെ അതിൻ്റെ കുറേ പാർട്സും കാര്യങ്ങളും ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിന് തദ്ദേശീയമായിട്ട് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ എന്താണ്? പ്രതിരോധ സിവിലിയൻ മേഖലയിൽ ഇന്ത്യയിൽ ഡ്രോണുകളുടെ ഉപയോഗം എന്താണ്? കൂട്ടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപ്പോൾ മെയിനായിട്ടും ഇതേപോലെയുള്ള ഡ്രോൺ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ചെറുകിട കമ്പനികൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് ഇതേപോലെയുള്ള ഡ്രോണുകളുടെ പാർട്സിനൊക്കെ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ചൈനയാണ്. ഇങ്ങനെയുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ സ്വയമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഡ്രോണുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കുക, മിഷൻ ഡ്രോൺ ശക്തി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വേദിയാണ്. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. ഭാരത് വൈദ്യുതി ഉച്ചകോടി 2026 വേദി എവിടെയെന്നാണ്? ഓർത്തു വെക്കുക, ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു സമ്മിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ എന്താണ്? ഭാരത് വൈദ്യുതി ഉച്ചകോടി അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രിസിറ്റി സമ്മിറ്റ് ആണ്. 2026 വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ന്യൂഡൽഹിയാണ്. ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്. 86% സ്കൂളുകളും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, മേഘാലയയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കുക. 86% സ്കൂളുകളും എന്താണ്? പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ്. അതായത് 86% സ്കൂളുകളും എന്താണ്? പുകയില വിരുദ്ധ അല്ലെങ്കിൽ പുകയില രഹിതമാക്കി മാറ്റിയിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. 86% എന്നുള്ള ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് മേഘാലയ. അപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയായിരിക്കും? എന്തായാലും 86% എത്തിയിട്ടുണ്ടാവില്ല. അവിടെ എന്താണ്? ഈ ഒരു സ്കൂളുകൾ എന്തായാലും പുകയില രഹിതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 86% താഴെയായിരിക്കും. മേഘാലയയാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ 86% എന്താണ്? 86% സ്കൂളുകളും ഈ ഒരു പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി നാഷണൽ ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച കലിഞ്ഞർ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ള കുന്നിൻ പ്രദേശം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.
ചെയ്യുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിലാണ് കേട്ടോ, ഉത്തർപ്രദേശിലാണ് എന്താണ് ഈ ഒരു കലിഞ്ഞർ കോട്ടയും അതേപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുമുള്ള ഈ ഒരു കുന്നിൻ പ്രദേശവും സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത? അടുത്തിടെ അതായത് 2026 എന്താണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് ഔദ്യോഗികമായിട്ട് നാഷണൽ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. എന്താണ് നാഷണൽ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഏത് സൈറ്റിനെയാണ്, ഏത് പ്രദേശത്തെയാണെന്ന് ഓർത്തു വെക്കുക? കലിഞ്ഞർ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു കുന്നിൻ പ്രദേശത്തെയാണ് നാഷണൽ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അടുത്തിടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു പ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യഘട്ട മെഡിക്കൽ സഹായം ഇറാനിൽ എത്തി എന്നുള്ള വാർത്തയാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇറാനിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാവുന്നതാണ്. അവിടെയുള്ള യുദ്ധങ്ങളും അതേപോലെ പ്രക്ഷോഭങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിന് ഒരു കൈ സഹായം എന്ന രീതിയിൽ ഇന്ത്യ ഇവിടെ നിന്ന് അയച്ച ആദ്യഘട്ട മെഡിക്കൽ സഹായം എന്താണ് ഇറാനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പോയിന്റ് നോട്ട് ചെയ്യുക. എന്താണ് ഇറാനിലേക്ക് ഇന്ത്യ അയച്ചിട്ടുള്ള ആ ഒരു ആദ്യഘട്ട മെഡിക്കൽ സഹായം അവിടെ എത്തിയിരിക്കുകയാണ്. PSC ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു വാർത്തയായിരുന്നു ടാലന്റ് അക്കാദമിയുടെ ക്ലിയറൻസ് സെയിൽ. അപ്പോൾ ഈ ഒരു ക്ലിയറൻസ് സെയിൽ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം കോളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു മാസത്തെ കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. 1 കിലോ ബുക്ക് 99 രൂപ നിരക്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ക്ലിയറൻസ് സെയിലൂടെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ടാലന്റ് അക്കാദമിയുടെ ഓൾഡ് ബുക്ക് ക്ലിയറൻസ് മെഗാ സെയിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു മാസത്തേക്ക് കൂടി ആയിരിക്കും ഈ ഒരു ക്ലിയറൻസ് സെയിൽ നടക്കുന്നത്. ഇനി ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബുക്കൊക്കെ അവൈലബിൾ ആണ്, അതിൻ്റെ എത്രയാണ് അതിൻ്റെ വെയിറ്റ്, എത്ര രൂപ അതിന് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. മുൻവർഷ ചോദ്യ പേപ്പറുകൾ അടങ്ങിയിട്ടുള്ള PQ ബുക്കുകളും അതേപോലെ മുൻവർഷ റാങ്ക് ഫെയറുകളും എല്ലാം ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓൾഡ് ബുക്ക് ക്ലിയറൻസ് സെയിൽ ഉടൻ തന്നെ പ്രയോജനകരമാക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ഒരു കപ്പലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഏതെന്നാണ് ഓർത്തു വെക്കുക. INS താരഗിരിയാണ്. എന്താണ് INS താരഗിരിയാണ്. അപ്പോൾ എപ്പോഴാണ് കമ്മീഷൻ ചെയ്യുന്നത്? 2026 ഏപ്രിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. വിശാഖപട്ടണത്ത് വെച്ചാണ് കമ്മീഷൻ ചെയ്യുന്നത്. എവിടെയാണ്? വിശാഖപട്ടണത്ത് നിന്നാണ് ഈ ഒരു ഷിപ്പ് എന്താണ് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഈ ഒരു യുദ്ധക്കപ്പൽ ഏതാണെന്ന് ഓർത്തു വെക്കുക. INS താരഗിരിയാണ്. അപ്പോൾ എന്നാണ് കമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു? 2026 ഏപ്രിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. വിശാഖപട്ടണത്ത് നിന്നാണ് കമ്മീഷൻ ചെയ്യുന്നത്. ഈ ഒരു ഷിപ്പിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന ബ്രഹ്മോസ് മിസൈലുകൾ തുടങ്ങിയവയൊക്കെ എന്താണ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി 1980 മുതൽ 2013 വരെ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ലിയാൻഡർ ക്ലാസ് ഫ്രിഗേറ്റ് ആയിട്ടുണ്ടായിരുന്ന INS താരഗിരി, അതിൻ്റെ ഒരു പുനർപതിപ്പാണ് എന്താണ് ഈ ഒരു INS താരഗിരി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് 1980 മുതൽ 2013 വരെ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ഫ്രിഗേറ്റ് ആണ്, അതായത് ലിയാൻഡർ ക്ലാസ് ഫ്രിഗേറ്റ് ആയിരുന്ന INS താരഗിരിയുടെ ഒരു പുനർപതിപ്പാണ് ഇപ്പോൾ കമ്മീഷൻ ചെയ്യുന്ന INS താരഗിരി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്നാണ് കമ്മീഷൻ ചെയ്യുന്നത്? 2026 ഏപ്രിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. വിശാഖപട്ടണത്ത് വെച്ചാണ് കമ്മീഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ വനിതാ ടീമുകൾക്ക് വനിതാ പരിശീലകരെ നിർബന്ധമാക്കിയ കായിക സംഘടന ഏതെന്നാണ് ഓർത്തു വെക്കാം. ഫിഫയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്താണ്? വനിതാ ടീമുകൾക്ക്, ഫിഫയുടെ ഈ ഒരു വനിതാ ടീമുകൾക്ക്, ഏത് വനിതാ ടീം ആയിക്കോട്ടെ, അതിനെന്താണ് ഒരു വനിതാ പരിശീലകരെ നിർബന്ധമാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ഹെഡ് കോച്ച് ആയിട്ട് എന്താണ് വനിതാ കോച്ച് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് വനിതാ കോച്ച് ഉണ്ടായിരിക്കണം എന്നുള്ള പ്രഖ്യാപനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഓർത്തു വെക്കുക, ഫിഫയാണ് ഇങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ചിൽ അന്തരിച്ച ഹോളിവുഡ് താരവും അതേപോലെ ആയോധന കലാ വിദഗ്ധനുമായ വ്യക്തി ആരെന്നാണ് ഓർത്തു വെക്കുക. കാർലോസ് റേ ചക്ക് നോറിസ് ആണ്. ആരാണ്? കാർലോസ് റേ ചക്ക് നോറിസ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? അദ്ദേഹം ഒരു ഹോളിവുഡ് താരമായിരുന്നു. അദ്ദേഹം ഈ ഒരു ടെലിവിഷൻ സിനിമ മേഖലയിലോട്ട് വരുന്നതിന് മുമ്പ് ഈ ഒരു ആയോധന കലാ വിദഗ്ധനായിരുന്നു. അതിലൊക്കെ വളരെയധികം മത്സരങ്ങളൊക്കെ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. 6 തവണയാണ് അദ്ദേഹം എന്താണ് ലോക പ്രൊഫഷണൽ കരാട്ടയിൽ ചാമ്പ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് എന്നാണ് 2026 മാർച്ചിലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മാർച്ചിൽ US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ ആരെന്നാണ് ഓർത്തു വെക്കുക. അലി മുഹമ്മദ് നൈനിയാണ്. ആരാണ്? അലി മുഹമ്മദ് നൈനിയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക. അദ്ദേഹം എന്താണ് ഒരു ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്താണ് ഈ ഒരു US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽപ്പെട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. മാത്രമല്ല അദ്ദേഹം ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ
ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അലി മുഹമ്മദ് നൈനിയാണ്. എന്നാണ് അന്തരിച്ചത്? 2026 മാർച്ചിലാണ് അന്തരിച്ചത്. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോള്യങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ SCERT NCERT പാഠഭാഗങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ വരുന്ന ഇനിയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളെല്ലാം നല്ല രീതിയിൽ പരിശീലിക്കാൻ ഉടൻ തന്നെ റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2026 മാർച്ചിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ആരാണ്? വിക്രം കെ ദുരൈസ്വാമിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മാങ്ങോട് രംഗശ്രീ കഥകളി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രഥമ കഥകളി പുരസ്കാരങ്ങളാണ്. അതിൽ കേശഭാരം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കലാമണ്ഡലം ഗോപിയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് അണിയലം കഥകളി പുരസ്കാരമാണ്. ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ചെമ്മന്നൂർ ചന്ദ്രൻകുട്ടി തരകനാണ്. ഇനി നാഥലയം കഥകളി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സദനം വാസുദേവനാണ്. പിന്നീട് നമ്മൾ നോക്കിയത് 2026 മാർച്ചിൽ UK ഓണററി നൈറ്റ്ഹുഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ആരെന്നാണ്? ഓർത്തുവെക്കുക, N ചന്ദ്രശേഖരനാണ്. അപ്പോൾ എന്താണ്? ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം എന്നാണ് ഈ ഒരു ഇന്ത്യ UK ബിസിനസ് ബന്ധങ്ങൾക്ക് നൽകിയ സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പുരസ്കാരം, ഈ ഒരു ഓണററി നൈറ്റ്ഹുഡ് പുരസ്കാരം ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും പ്രതിരോധ സിവിലിയൻ മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ആവിഷ്കരിച്ച പദ്ധതി ഏതെന്നാണ്? മിഷൻ ഡ്രോൺ പദ്ധതിയാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ സ്വന്തമായിട്ട് ഈ ഒരു ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും അതേപോലെ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. ന്യൂഡൽഹിയാണ് വേദിയായി വന്നത്. ഭാരത് വൈദ്യുതി ഉച്ചകോടി 2026 വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എന്താണ്? ഭാരത് വൈദ്യുതി ഉച്ചകോടി 2026 വേദി ന്യൂഡൽഹിയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് 86% സ്കൂളുകളും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ്? മേഘാലയയാണ്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. എന്താണ്? കലിഞ്ഞർ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ള കുന്നിൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? ഏത് സംസ്ഥാനത്തെന്നാണ്? ഉത്തർപ്രദേശിലാണ്. എന്താണ് പ്രത്യേകത? അടുത്തിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് നാഷണൽ ജിയോ ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച പ്രദേശമാണിത്. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. പിന്നീട് നമ്മൾ നോക്കിയത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യഘട്ട മെഡിക്കൽ സഹായം ഇറാനിലേക്ക് എത്തി എന്നുള്ള കാര്യമായിരുന്നു. ഇന്ത്യയുടെ സഹായമായിട്ട് എന്താണ്? ഇറാനിലേക്ക് അയച്ച ആദ്യഘട്ട മെഡിസിൻ സഹായം ഏതാണ്? അവിടെ എത്തിയിരിക്കുകയാണ്. മെഡിക്കൽ സഹായം അവിടെ എത്തിയിരിക്കുകയാണ്. പിന്നീട് നമ്മൾ നോക്കിയ മറ്റൊരു പോയിന്റ് ആയിരുന്നു 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഏതെന്നാണ്? INS താരഗിരിയാണ്. എന്താണ്? INS താരഗിരിയാണ്. എവിടെയാണ് കമ്മീഷൻ ചെയ്യുന്നത്? വിശാഖപട്ടണത്താണ് കമ്മീഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വനിതാ ടീമുകൾക്ക് വനിതാ പരിശീലകരെ നിർബന്ധമാക്കിയ കായിക സംഘടന ഏതെന്നാണ്? ഫിഫയാണ്. എന്താണ്? ഒന്നെങ്കിൽ വനിതാ ടീമുകൾക്ക് മെയിൻ കോച്ചായിട്ടോ ഹെഡ് കോച്ചായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കോച്ചായിട്ടോ ഇതേപോലെ വനിതകളെ തന്നെ നിയമിക്കണം എന്നുള്ള വാർത്തയാണ് അല്ലെങ്കിൽ തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഉന്നത പൊസിഷനിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഫിഫ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് 2 വിയോഗങ്ങളായിരുന്നു. 2026 മാർച്ചിൽ അന്തരിച്ച ഹോളിവുഡ് താരവും ആയോധന കലാ വിദഗ്ധനുമായ വ്യക്തി ആരെന്ന് നമ്മൾ ആദ്യം നോക്കി. ഓർത്തു വെക്കുക, കാർലോസ് റേ ചക്ക് നോറിസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 മാർച്ചിൽ US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ ആരെന്നാണ്? ഓർത്തു വെക്കുക, അലി മുഹമ്മദ് നൈനിയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ സംഗമ ഗ്രാമ മാധവന്റെ സ്മരണയ്ക്കായി സംസ്ഥാന സർക്കാർ അടുത്തിടെ മാധവൻ നോളജ് സെന്റർ ഇൻ മാത്തമാറ്റിക്സ് സ്ഥാപിച്ചത് എവിടെയെന്നാണ്? ഓപ്ഷൻ എ തൃക്കാക്കര, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി ഇരിങ്ങാലക്കുട, ഓപ്ഷൻ ഡി നെയ്യാറ്റിൻകര. അടുത്ത ചോദ്യം ഇതാണ്. 2026 ഏപ്രിൽ കാലാവധി അവസാനിക്കുന്ന രാജ്യസഭാ ഉപാധ്യക്ഷൻ ആരെന്നാണ്? ഓപ്ഷൻ എ CP രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി ഹരിവംശ നാരായൺ സിംഗ്, ഓപ്ഷൻ സി PJ കുര്യൻ, ഓപ്ഷൻ ഡി മല്ലികാർജുൻ ഖാർഗെ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ഹിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2025 നേടിയത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. നിത അംബാനിക്കാണ് ഹിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 2025 ലഭിച്ചത്. അടുത്ത ചോദ്യം ഇതായിരുന്നു. 2026 മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ സംവിധായകൻ ആരെന്നായിരുന്നു. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അലക്സാണ്ടർ സിംഗിനാണ് ഈ ഒരു പുരസ്കാരം. 2026 മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ഡയറക്ടർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.